എല്ലാ വിമാനങ്ങളിലും ഒരു ഡാറ്റ റെക്കോർഡർ ഉണ്ടാകും. പെട്ടെന്ന് ഉത്തരം പറയണം. കൈ ഉയർത്തിയവർ മാത്രം ഉത്തരം പറയണം. വളണ്ടിയേഴ്സ് 2-3 വളണ്ടിയേഴ്സ് പ്ലീസ്. 2-3 വളണ്ടിയേഴ്സ് ഇവിടെ നിൽക്കണം. ഇവിടെ കൈ ഉയർത്തിയ ആളുകൾക്ക് മാത്രമേ ഉത്തരം പറയാനുള്ള അവസരം കൊടുക്കാവൂ. എല്ലാ വിമാനങ്ങളിലും ഒരു ഡാറ്റ റെക്കോർഡർ ഉണ്ടാകും. വിമാനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഉപകരണം രേഖപ്പെടുത്തും. ഉദാഹരണത്തിന് ഒരു വിമാനാപകടം ഉണ്ടായാൽ ഈ ഉപകരണം രേഖപ്പെടുത്തിയ വിവരം പരിശോധിച്ചാണ് അപകട കാരണം മനസ്സിലാക്കുക. ചോദ്യം ഇതാണ്, ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്ന ഈ ഉപകരണത്തിന്റെ കളർ എന്താണ്? ബ്ലാക്ക് ബോക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിന്റെ കളർ എന്താണ്? ശരി ഉത്തരം അറിയുന്നവരെ കൈ ഉയർത്തുക. ഓറഞ്ച്. 2-3 ആളാണ് കൈ ഉയർത്തിയത്. എന്താ പറഞ്ഞത്? ഓറഞ്ച്. അടുത്ത ആള് പെട്ടെന്ന് ആകെ 3 ആളെ ഉയർത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി ആരും കൈ ഉയർത്തണ്ട. ഇനി ആർക്കും അവസരമില്ല. റെഡ്. ഒരാളും കൂടി അവിടെ ബാക്കില്. റെഡ്. ഓക്കെ, മതി 3 ആള് പറഞ്ഞാൽ മതി. ഉത്തരം ബ്രൈറ്റ് ഓറഞ്ച്. ബ്ലാക്ക് ബോക്സിന്റെ കളറ് ബ്രൈറ്റ് ഓറഞ്ച്. മൂന്നാമത്തെ ചോദ്യം, ചില ഇംഗ്ലീഷ് പദങ്ങളെ മുന്നിലോട്ട് വായിച്ചാലും പിറകിലോട്ട് വായിച്ചാലും ഒരുപോലെയാണ് വായിക്കുക. മുന്നോട്ട് വായിച്ചാലും ബാക്കോട്ട് വായിച്ചാലും ഒക്കെ ഒരേപോലെ വായിക്കുക. ഉദാഹരണത്തിന് മേഡം. മേഡം തലതിരിച്ചാൽ മേഡം. മലയാളം തലതിരിച്ച് വായിച്ചാലും മലയാളം. അങ്ങനെയാണെങ്കിൽ ഇത്തരം പദങ്ങൾക്ക് പറയുന്ന പേര്, ഇങ്ങനെ പറയുന്ന പദങ്ങൾക്ക് പറയുന്ന പേര്. 3 ആള് ആരാ കൈ ഉയർത്തി? ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്നെ കൈ ഉയർത്തിയല്ലോ. വേറെ ആരാ? ഒരു കുട്ടി ഇവിടെ കൈ ഉയർത്തിയിട്ടുണ്ട്. റിവേഴ്സ് ഓർഡർ. അടുത്ത് നെക്സ്റ്റ്. പാലിൻഡ്രോം സീക്വൻസ്. നെക്സ്റ്റ്. വേറെ ആരെങ്കിലും? 2 ആള് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഉത്തരം പാലിൻഡ്രം. ഇവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പാലിൻഡ്രം. നല്ലൊരു കൈ കൊടുക്കി. യെസ്. 5 ചോദ്യമേ ഉള്ളൂ. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു, ബാക്കി 2. ഏതൊരു ഭാഷക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് നിഘണ്ടു. അത്യാവശ്യമല്ലേ? വാക്കുകളുടെ അർത്ഥം അറിയാൻ, പ്രയോഗങ്ങൾ അറിയാൻ, ഉച്ചാരണം അറിയാൻ നിങ്ങൾക്കറിയുമോ? നമ്മുടെ മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഒരു നിഘണ്ടു തയ്യാറാക്കിയത് ഒരു മലയാളി അല്ല. മലയാള ഭാഷയ്ക്ക് ഒരു നിഘണ്ടു തയ്യാറാക്കിയത് മലയാളി അല്ല. ചോദ്യം ആ വ്യക്തിയുടെ പേരും രാജ്യവും രണ്ടും പറയണം. അറിയുന്ന ആളുകൾ 3 ആളുകൾ. ഫസ്റ്റ് പൊന്തിക്കുന്ന 3 ആളുകൾ. ഉണ്ടോ? ആരും ഇല്ലല്ലേ? ആരും എത്തിയില്ലല്ലോ. ലാസ്റ്റിൽ അവിടെ ഒരാള് അവിടെ കൊടുക്കി. സമയം കഴിഞ്ഞു. 2 പേരെ കൈ ഉയർത്തിയിട്ടുള്ളൂ. പെട്ടെന്ന് പറയണം. ഇനി ആരും ഉയർത്തണ്ട. ഹെർമൻ ഗുണ്ടോർ. ഓക്കെ, രാജ്യത്തിന്റെ പേരോട് പറയണം കേട്ടോ. രാജ്യം അറിയെങ്കിൽ രാജ്യത്തിന്റെ പേരോട് പറയണം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർ. രാജ്യം. മൈക്ക് വേഗം കൊടുക്കി. മതി. ജർമ്മനി. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ലാസ്റ്റിൽ അവിടെ ആള് പെട്ടെന്ന് മൈക്ക് കൈമാറൂ. ഓക്കെ, ഒരാൾ കൂടി. അവിടെ ലാസ്റ്റ് ഒരാൾ കൈ ഉയർത്തിയ ഇല്ല. കൈ പോയിക്കണം കേട്ടോ. കൈ പോയി. കൈ താന്ന് ഉണ്ടോ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മനി. വെരി ഗുഡ്. 2 ആള് പറഞ്ഞതും ശരി ഉത്തരമാണ്. ജർമ്മനി, ഹെർമൻ ഗുണ്ടർട്ട്. നല്ലൊരു കൈ കൊടുക്കൂ. യെസ്. നമ്മുടെ പാരിപ്പറമ്പന്മാര് പുലികളാണ് അല്ലേ?